എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഒരു ചോക്ലേറ്റ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ടൊരു ഡയറി മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ചോക്ലേറ്റ് ബാർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ചോക്ലേറ്റ് പൗഡറും ഉപയോഗിക്കാം. ഇത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി ഇതിൻ്റെ ആ നല്ല തണുപ്പൊന്ന് മാറ്റിയെടുക്കണം. ചോക്ലേറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റുമ്പോൾ ഇതുപോലെ മെൽറ്റായിട്ട് വരും. ഇനി ഇതിൻ്റെ പകുതി ഒരു മിക്സിയിലേക്ക് മാറ്റുന്നുണ്ട്. ചോക്ലേറ്റ് നല്ലവണ്ണം മെൽറ്റായതിനു ശേഷം മാത്രമേ ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കാവുള്ളൂ, അല്ലെങ്കിൽ ചോക്ലേറ്റ് കട്ടിയായിട്ട് കിടക്കും. ഈ ഒരു പരുവത്തിൽ വേണം ചോക്ലേറ്റ് ഇരിക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർക്കേണ്ടത് 2-3 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്കൂപ്പ് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഓരോ സാധനത്തിൻ്റെയും അളവ് കുറേശ്ശെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുന്നതിന് കുഴപ്പമില്ല. ഇത് കുറച്ച് പാലാണ്, 2 ഗ്ലാസ്സിൽ കൂടുതൽ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതും മിക്സിയിലേക്ക് മാറ്റാം. പാലും കൂടെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ചോക്ലേറ്റ് നന്നായിട്ട് മിക്സ് ആകുന്നത് പോലെ വേണമെന്ന് അടിച്ചെടുക്കാൻ. ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണിത്. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചോക്ലേറ്റ് ഇരിപ്പുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചോക്കോ ചിപ്സും കൂടി ഇട്ടിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇന്നത്തെ ഈ ചോക്ലേറ്റ് ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ആക്ടിവേറ്റ് ആക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.